ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. പാപത്തിന്റെ കാഠിന്യം എത്ര തീവ്രമായത് എന്ന് നമ്മുടെ മുമ്പിൽ തുറന്നു കാട്ടുന്ന ഒരു സങ്കീർത്തനമാണ് ദാവീദ് രചിച്ച 51-ാം സങ്കീർത്തനം. ദാവീദ് രാജാവ് ഊരിയാവിന്റെ ഭാര്യ ബത്ശേബയെ വശീകരിച്ച് ഭാര്യയായി സ്വീകരിക്കുകയും ഊരിയാവിനെ ഗൂഢമായി കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവം പിന്നീട് ദാവീദിന്റെ ജീവിതത്തെ വല്ലാതെ ഒലിച്ചിട്ടുണ്ടാകും. നാഥാൻ പ്രവാചകൻ അത് വെളിപ്പെടുത്തുമ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ അനുതാപത്തിന്റെ പ്രായശ്ചിത്തത്തിന്റെ അനുഭവമുണ്ടായി. 1-ാം സങ്കീർത്തനത്തിൽ പാപത്തിന്റെ തീവ്രത തന്റെ ജീവിതത്തിൽ എത്ര വലുതെന്ന് ദാവീദ് എണ്ണി എണ്ണി പറയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. ദൈവമേ, എന്നെ നന്നായി കഴുകണമേ. ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകി എന്നെ ശുദ്ധീകരിക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു എന്ന ബോധ്യപ്പെടൽ. ദാവീദ് രാജാവ് ഊരിയാവിനോടും ബത്ശേബയോടും ചെയ്ത പാപം ദൈവത്തോടുള്ള പാപമായി ദാവീദ് തിരിച്ചറിയുന്നു. നാം മനുഷ്യരോടും സഹജീവികളോടും ചെയ്യുന്ന പാപം അവരോടുള്ള പാപം മാത്രമായിട്ടല്ല, അതിന് ഒരു സാമൂഹ്യ തലമുണ്ടെന്നും അതിലുപരി ആ പാപം ദൈവത്തോടുള്ള പാപമായും കാണണം. ദാവീദ് തന്റെ തെറ്റുകളെ തിരിച്ചറിഞ്ഞ് അനുദപിച്ചതാണ് ദാവീദിന്റെ ജീവിതത്തിൽ രൂപാന്തരത്തിന് മുഖാന്തരമായത്. വിശുദ്ധ ലൂക്കോസ് 15-ാം അധ്യായത്തിൽ ഇളയ പുത്രനും ഏറ്റുപറയുന്നത് അതുതന്നെയാണ്. അപ്പ, ഞാൻ നിന്നോടും സ്വർഗത്തോടും എന്റെ ദൈവത്തോടും പാപം ചെയ്തിരിക്കുന്നു. നാം മനുഷ്യരോടും സമൂഹത്തോടും ചെയ്ത തെറ്റുകൾ, പാപങ്ങൾ ദൈവത്തോടുള്ള പാപമാണെന്ന് തിരിച്ചറിവ് ഉള്ളവരാകണം. ഈ നോമ്പുകാലം പാപത്തിൽ നിന്നും മനഃപൂർവ്വമായി ഒഴിഞ്ഞിരിപ്പാൻ നമ്മെ ഒരുക്കുകയും ചെയ്യുന്നതിനായി പ്രാർത്ഥിക്കാം. തിരുച്ചോരയിനാലെ നിന്റെ പെരിയോരു പാപം കഴുകിടുമാവൻ, പെരിയോരു പാപം കഴുകിടുമാവൻ. ദൈവമേ, നിന്റെ തിരിച്ചോരയാൽ ഞങ്ങളുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് വിശുദ്ധിയോടെ ജീവിപ്പാൻ ഞങ്ങളെ നീ ശക്തീകരിക്കണമേ. ആമേൻ.